രാജ്യത്ത് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ 90% സീറ്റുകളിലും അതാത് സംസ്ഥാനങ്ങളിലെ ഭരണകക്ഷിക്ക് തന്നെയാണ് നേട്ടം. 14 സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗം സീറ്റിലും ഭരണകക്ഷി പാർട്ടികൾ തന്നെ വിജയിച്ചു. ബംഗാളിൽ തൃണമൂലും യുപിയിൽ ബിജെപിയും നേട്ടമുണ്ടാക്കി. ഉൾപ്പെടെ 15 സംസ്ഥാനങ്ങളിലെ 50 മണ്ഡലങ്ങളിലായാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മിക്ക സംസ്ഥാനങ്ങളിലും ഉപതെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷികൾ തന്നെ നേട്ടമുണ്ടാക്കി. മിക്കയിടത്തും ഭരണവിരുദ്ധ തരംഗമുണ്ടായില്ല. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, അസം, ബീഹാർ, കർണാടക, പഞ്ചാബ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, മേഘാലയ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിൽ നിയമസഭയിലേക്കും മഹാരാഷ്ട്ര നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കേരളം, മഹാരാഷ്ട്ര ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേടി. ഉത്തർപ്രദേശിൽ 9 നടന്ന തെരഞ്ഞെടുപ്പിൽ 6ലും ബിജെപി വിജയിച്ചു. 2 സീറ്റിൽ എസ്പിയും 1 സീറ്റിൽ രാഷ്ട്രീയ ലോക്ദളും നേടി. യുപി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാനിൽ 7 മണ്ഡലങ്ങളിൽ 5ഇടത്തും ബിജെപി നേട്ടമുണ്ടാക്കി. ബംഗാളിൽ ബിജെപിയുടെ എല്ലാ പ്രതീക്ഷകളും കാറ്റിൽ പറത്തി തൃണമൂൽ. ആർജിക്കാർ ആശുപത്രി ബലാത്സംഗ കൊല അടക്കം ബംഗാളിൽ വലിയ പ്രതിഷേധമുണ്ടായിട്ടും മമതയുടെ പാർട്ടി മുഴുവൻ സീറ്റും ജയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 6 മണ്ഡലങ്ങളിലും തൃണമൂൽ ഏകപക്ഷീയ വിജയം നേടി. 4 മണ്ഡലങ്ങളും നിലനിർത്തിയപ്പോൾ 2 ബിജെപിയിൽ നിന്ന് അവർ പിടിച്ചെടുത്തു. അസമിലെ 5 മണ്ഡലങ്ങളിൽ 3ഇടത്തും ബീഹാറിൽ 4ൽ 2ഇടത്തും ബിജെപി വിജയിച്ചു. കർണാടകയിലെ 3 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിച്ചു. പഞ്ചാബിൽ 4 മണ്ഡലങ്ങളിൽ 3ഇടത്തും ആം ആദ്മി പാർട്ടി ആധിപത്യമുറപ്പിച്ചു. ബർണാലയിൽ കോൺഗ്രസിനാണ് ജയം. മധ്യപ്രദേശിൽ ഓരോ സീറ്റുകൾ കോൺഗ്രസും ബിജെപിയും നേടി. സിക്കിമിൽ 2ഇടത്ത് സിക്കിം ക്രാന്തി മോർച്ച വിജയിച്ചു. ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, മേഘാലയ, ഛത്തീസ്ഗഡ് ഓരോ മണ്ഡലങ്ങളിലായിരുന്നു വോട്ടെടുപ്പ്. ഉത്തരാഖണ്ഡിലും ഛത്തീസ്ഗഡിൽ ബിജെപിക്കാണ് ജയം. മേഘാലയയിൽ NPPക്കാണ് ജയം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.